എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഉപകാരപ്രദമായ കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കുറച്ച് നല്ല ടിപ്സുകൾ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പാഴാക്കി കളയുന്ന പല വസ്തുക്കളും നമ്മുടെ കിച്ചണിൽ നമുക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പാഴാക്കി കളയുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് കിച്ചണിൽ ഉപയോഗപ്രദമാക്കി എടുക്കാൻ പറ്റുകയും നമ്മുടെ കിച്ചൺ ബഡ്ജറ്റ് ലാഭിക്കാൻ പറ്റുന്നതുമായ ടിപ്സുകൾ തന്നെ. ഒന്ന് കണ്ടു നോക്കിയാലോ അവ ഓരോന്നും. കാറിനകത്തും അതുപോലെ തന്നെ വീടിനുള്ളിലൊക്കെ സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇതുപോലെ വില കൊടുത്തിട്ടുള്ള ഫ്രഷ്നറൊക്കെ വാങ്ങിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉപയോഗം ഒരു തവണ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്. ഇത് തീർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ബോക്സാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഞാൻ ഈ ബോക്സ് എടുത്തേക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബാത്റൂമിലൊക്കെ നല്ല ഒരു ഫ്രഷ് സ്മെല്ല് കിട്ടും. ഈ ബോട്ടിലോട്ട് കുറച്ച് കംഫോർട്ടാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് ഷാമ്പൂവും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കംഫോർട്ടിന് നല്ല സ്മെല്ലുണ്ട്, അതോടൊപ്പം തന്നെ ഷാമ്പൂവും കൂടെ ആകുമ്പോൾ നല്ല മണമാണ്. ഇനിയും കുറച്ച് കോട്ടൺ ബോൾസ് ആണ് ആവശ്യം. കോട്ടൺ ബോൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ടിഷ്യൂവോ അതുപോലെ തന്നെ കോട്ടൻ്റെ തുണി എടുത്താലും മതി. നമ്മൾ ഈ ഷാമ്പൂവും കംഫോർട്ടും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു കൂട്ടിലോട്ട് നല്ലതുപോലെ ഇത് ഡിപ്പ് ചെയ്ത് കൊടുക്കണം. ആ സൊല്യൂഷൻ മുഴുവനും ഞാൻ ഈ കോട്ടൺ പഞ്ഞിയിലോട്ട് ആകത്തക്ക രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ആ പഞ്ഞിയിൽ നല്ല രീതിയിൽ തന്നെ ഇത് പിടിച്ച് കിട്ടുകയും ചെയ്യും. നമ്മൾ ഒഴിച്ചു കൊടുത്ത ഷാമ്പൂവും കംഫോർട്ടും എല്ലാം ആ കോട്ടൺ പഞ്ഞിയിൽ നല്ലതുപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണ്. ക്ലോസ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇതിന് ചെറുതായിട്ട് നമുക്കൊരു ഓപ്ഷനുണ്ട്, അതിൻ്റെ സ്മെല്ലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി തുറന്ന് വെക്കേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഓപ്പൺ ആക്കി വയ്ക്കാം. ഇത് നമുക്ക് ബാത്റൂമിലോ നമ്മുടെ റൂമിലോ എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇവ രണ്ടും കൂടെ ചേർന്നിട്ടുള്ളൊരു സ്മെല്ലെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഫ്രഷ്നെസ് കിട്ടുന്നതാണ്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്ന ഇതുപോലെ ഒരു നെറ്റാണ് ഞാൻ അതിന് വേണ്ടി എടുത്തേക്കുന്നത്. അതിലോട്ട് ഇത് ഇറക്കി വെച്ചിട്ട് ഞാനിത് ബാത്റൂമിലാണ് ഹാങ് ചെയ്തിടുന്നത്. സേഫ്റ്റി പിൻ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആണല്ലോ. എന്നാൽ നമ്മൾ കുറച്ചധികമൊക്കെയാണ് വാങ്ങിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ തുരുമ്പിച്ച് വരുന്നതായിട്ട് കാണാറുണ്ട്. എപ്പോഴും ഒന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല, നമുക്ക് ചില ഘട്ടങ്ങളിലൊക്കെ അല്ലേ ഉള്ളൂ ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ എത്ര ഡസൻ സേഫ്റ്റി പിൻ വാങ്ങിച്ചു വെച്ചാലും ഒട്ടും തന്നെ തുരുമ്പിക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മൾ ഏത് പാത്രത്തിലാണോ സേഫ്റ്റി പിൻ സൂക്ഷിക്കുന്നത് അത് നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല, ലേശം പൗഡർ ഇട്ട് കൊടുത്തിട്ട് സേഫ്റ്റി പിൻ ചെറുതായിട്ട് ആ പൗഡറിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എത്ര നാളിരുന്നാലും എത്ര ഡസൻ സേഫ്റ്റി പിൻ ഉണ്ടെങ്കിലും ഒരെണ്ണം പോലും തുരുമ്പിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏറെ നാൾ തന്നെ. സേഫ്റ്റി പിൻ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ പറ്റുന്നതാണ്. അതിൻ്റെ ആ തുമ്പിലാണെങ്കിൽ ഷാളോ അതുപോലെ തന്നെ സാരിയൊക്കെ ഉടക്കി കഴിഞ്ഞാൽ നമുക്കതൊന്ന് വിടുവിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ലേശം നെയിൽ പോളിഷ് എടുത്ത് ആ വളയം പോലെ ഇരിക്കുന്ന ഭാഗം കവർ ചെയ്തിരുന്ന പോലെ നമുക്ക് നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കണം. പെട്ടെന്ന് തന്നെ നെയിൽ പോളിഷ് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ സാരിയിലാണെങ്കിലും ഷാളിലാണെങ്കിലും സേഫ്റ്റി പിൻ കുത്തുകയാണെങ്കിൽ ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തോട് തുണി ഒന്നും ഉടക്കി പിടിക്കുകയോ കയറി വരികയോ ഒന്നുമില്ല. നമുക്ക് സേഫായിട്ട് പിൻ കുത്തി വയ്ക്കാവുന്നതാണ്. ഇനി ഉപയോഗം കഴിഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സോക്സ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് നമ്മുടെ കിച്ചണിൽ വളരെ ഉപകാരപ്രദമായ കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പാത്രത്തിലോട്ട് ചെറിയ ചൂടുവെള്ളമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഈ പേസ്റ്റിൻ്റെ കവറുണ്ടല്ലോ, കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എത്ര എടുത്താലും അതിനകത്ത് ലേശം പേസ്റ്റൊക്കെ കാണും. ഇനി കൈ ഉപയോഗിച്ചിട്ട് അതിനകത്തുള്ള പേസ്റ്റ് എല്ലാം ഈ വെള്ളത്തിലോട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ആ വെള്ളം ഒന്ന് മാറി വന്നത് കണ്ടോ. നമ്മൾ എത്ര ഉപയോഗിച്ചാലും അതിനകത്ത് ലേശം പേസ്റ്റൊക്കെ പറ്റി പിടിച്ചിരിക്കുമല്ലോ. കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പീസസിലുണ്ടായിരുന്ന പേസ്റ്റെല്ലാം ഞാൻ ഈ വെള്ളത്തിലോട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മളിനി കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സോക്സ് എടുത്ത് നല്ല രീതിയിൽ തന്നെ ആ പേസ്റ്റ് കലർന്ന വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നോക്കിയാലോ. ആ നനച്ചെടുത്ത സോക്സ് ഞാനൊരു കയ്യിലോട്ട് ഇട്ട് കൊടുത്തു. നമ്മൾ ഉപയോഗിക്കുന്ന പയറും പരിപ്പും ഒക്കെ ഇട്ട് വയ്ക്കുന്ന ബോക്സ് ഉണ്ടല്ലോ, ഇതുപോലെ ഗ്ലാസ് ജാറൊക്കെ, അതിൻ്റെ പുറത്ത് എന്തായാലും നമ്മൾ പിടിച്ച് ചെറിയ അഴുക്കൊക്കെ കാണും. ഈ നനച്ചെടുത്ത സോക്സ് കൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന നമ്മൾ കൈ എന്തൊക്കെ കുക്ക് ചെയ്തിട്ടൊക്കെ പിടിക്കുമ്പോൾ അതിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു മെഴുക്കൊക്കെ മാറി കിട്ടുകയും ചെയ്യും.
നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോൾ എന്തിനേലുമൊക്കെ തോരനോ അതുപോലെ എന്തെങ്കിലും കറികളൊക്കെ നമ്മുടെ കയ്യിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബോട്ടിലൊക്കെ പിടിക്കുമ്പോൾ അതിലൊക്കെ പാട് വീഴും. പിന്നീട് നമ്മൾ ആ സാധനം തീർന്നു കഴിഞ്ഞ ശേഷമാണ് ആ ബോട്ടിൽ കഴുകിയെടുക്കാറുള്ളൂ. ഇടയ്ക്ക് ഇതുപോലെ ഒഴിഞ്ഞ പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഒന്ന് കലർത്തിയിട്ട് സോക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ തുടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലെങ്ങ് ആകുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിലൊക്കെ നല്ല നീറ്റായിട്ട് ഷൈനി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അധികം മുതൽ മുടക്കൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ. ഇങ്ങനെ നമ്മളൊന്ന് നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ആ കിച്ചൻ്റെ ഷെൽഫൊക്കെ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ആ ബോട്ടിലായിട്ട് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണുകയും ചെയ്യാമല്ലോ. ഈ സൊല്യൂഷൻ വെച്ചിട്ട് കിച്ചൺ സിങ്കും അതുപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ സോക്സ് ഒന്നും കൂടി ഒന്ന് നനച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു വൈപ്പിംഗ് ബ്രഷിലോട്ട് സോക്സ് ഒന്ന് കയറ്റിയിടുകയാണ്. സോക്സ് ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കബോർഡ്സ് നമുക്ക് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ മിററുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു വൈപ്പിംഗ് ബ്രഷും പഴയ സോക്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ മിററൊക്കെ ക്ലീൻ ചെയ്യാം. മിററൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളൊരു സിക്സാക്ക് മോഡിൽ വേണം ക്ലീൻ ചെയ്തെടുക്കാൻ. നമ്മുടെ കൈയൊന്നും വേദന എടുക്കാതെ അതുപോലെ തന്നെ കയ്യിലൊന്നും ഒരു സൊല്യൂഷനോ ഒന്നും ആകാതെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കബോർഡൊക്കെ അനായാസം ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അധികം മെനക്കേടുമില്ല. വിൻഡോയുടെ ഗ്ലാസ്സൊക്കെയാണ് ഞാൻ ആ സൊല്യൂഷൻ നോക്കി ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ നീറ്റായി കിട്ടിയിട്ടുമുണ്ട്. നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മുടെ ഒട്ടുമിക്ക കറികളിലും വെളുത്തുള്ളി ആവശ്യമുണ്ട്. എന്നാൽ ചെറിയ അല്ലി വെളുത്തുള്ളി ആണെങ്കിൽ ഇത് പൊളിച്ചെടുക്കാൻ ഭയങ്കര പാട് തന്നെയാണ്. എന്നാൽ വേഗത്തിൽ നമുക്ക് ഈ വെളുത്തുള്ളി പൊളിച്ചെടുക്കാനുള്ളൊരു മെത്തേഡാണ് കാണിച്ചു തരുന്നത്. ഞാനിവിടെ ഒരു കുടം വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ തലയും വാലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിൻ്റെ ഇതളുകൾ അടർന്നു പോകാത്ത രീതിയിൽ തലയും വാലും നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. നല്ല കട്ടിയുള്ള കത്തി തന്നെ എടുക്കണം. എന്നിട്ട് ആ വാലിൻ്റെ പോർഷൻ മോളി വരത്തക്ക രീതിയിൽ വെളുത്തുള്ളിയുടെ പുറത്തോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേന് വെളുത്തുള്ളി ഒന്ന് അമങ്ങി വരികയും നമുക്ക് തൊലി ഈസി ആയിട്ട് അടർത്തിയെടുക്കാനും പറ്റും. ഒരു തവണ ഒന്ന് അമർത്തി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ നമ്മളൊന്ന് അമർത്തി കൊടുക്കുക. കണ്ടോ, പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഇളകി മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കണ്ടോ. കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ അടർത്തിയെടുക്കാനായിട്ട് ഈസി തന്നെയാണ്. തൊലിയൊക്കെ കളഞ്ഞ ശേഷം കഴുകുകയൊന്നും ചെയ്യാതെ തന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഏറെ ദിവസം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉപയോഗിക്കുന്നതിന് കുറച്ച് മുമ്പ് നമ്മൾ എടുത്ത് കഴുകിയെടുത്താൽ മാത്രം മതി. ഫാൻസി ടൈപ്പായിട്ടുള്ള കമ്മലൊക്കെ ഇടാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുപോലെ ആഗ്രഹമുള്ളതല്ലേ. ചിലർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഫാൻസി കമ്മലൊക്കെ ഇടുമ്പോൾ കാതു പഴുക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്താൽ വളരെ ഉപകാരപ്രദമാണ് അവർക്ക്. ഒരല്ലി വെളുത്തുള്ളി എടുക്കുക. നമ്മൾ ഏത് കമ്മലാണോ ഉപയോഗിക്കുന്നത് ആ കമ്മലിൻ്റെ ആണിയിലോട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് ആ വെളുത്തുള്ളി ആ കമ്മലിൻ്റെ ആണിയുടെ അകത്തോട്ട് ഇങ്ങനെ കയറ്റി വെച്ച ശേഷം നമ്മൾ ഇടുകയാണെങ്കിൽ കാതൊന്നും പഴുക്കുകയില്ല. ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ക്രീമാണ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ക്രീം ബണ്ണിലൊക്കെ നമ്മൾ പുരട്ടിയെടുക്കുന്ന ക്രീം ഉണ്ടല്ലോ. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിന് ആവശ്യവുമുള്ളൂ. കണ്ടു നോക്കാം. ഈ ക്രീം തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നല്ല ഫൈനായിട്ട് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. ഈ പൊടിച്ചെടുത്ത പഞ്ചസാരയിലോട്ട് 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ബട്ടർ എടുക്കുമ്പം അൺസോൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറും ആയിരിക്കണം. 4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആദ്യം നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്ത ശേഷം ആ സൈഡിലുള്ളതെല്ലാം കൂടെ ഒന്നും കൂടെ നമ്മളൊന്ന് വടിച്ചിട്ട് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ കൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ക്രീമി ആയിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രീമി ആയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രീം ബണ്ണിലൊക്കെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒരാഴ്ച വരെ. ഒരാഴ്ച നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ. നമ്മളിവിടെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തതായതുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ളത് മാത്രം തയ്യാറാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്തുനിന്ന് നമ്മൾ അധികം വില കൊടുത്ത് വാങ്ങിക്കുന്ന ക്രീം ബണ്ണൊക്കെ നമുക്ക് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ബ്രെഡിനകത്തൊക്കെ വെച്ച് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. അതുപോലെ തന്നെ ചപ്പാത്തി വേണമെങ്കിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സും അതുപോലെ തന്നെ ഈ റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എനിക്കൊരു സപ്പോർട്ടും കൂടെ തരാൻ മറന്നു പോകല്ലേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.